എവിടെ നീ ഹോംവർക്ക് ചെയ്തത് കാണിച്ചേ. ഇതാ ടീച്ചറെ ഞാൻ ഹോംവർക്ക് ചെയ്തത്. ഇങ്ങോട്ടൊന്ന് താ കുട്ടി. എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നേ? ഒന്ന് വൃത്തിക്ക് ചെയ്തൂടെ നിനക്ക്? അത് പിന്നെ ടീച്ചറെ ഞാൻ വൃത്തിക്കൊക്കെ ചെയ്തതാ. പക്ഷേ എന്ത് പക്ഷേ? എടാ നിന്നോടാണ് ചോദിച്ചത്. എന്തൊരു വൃത്തികെട്ട കയ്യക്ഷരം നിന്റെ. അത് പിന്നെ ടീച്ചറെ ഞാനേ ആദ്യം തുടക്കത്തിൽ എഴുതാൻ തുടങ്ങുമ്പോഴൊക്കെ നല്ല വൃത്തിയുള്ള കയ്യക്ഷരക്കാരം. പിന്നെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴേ ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഓ നല്ല അടിക്കിട്ടാത്തിന്റെ പ്രശ്നമാണിത്, വേറെ ഒന്നല്ലെന്ന്. ഇനി ഞാൻ വൃത്തിയായി ചെയ്തോളാം ടീച്ചറെ. എടി ചക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ നീ നോട്ട് ബുക്ക് എടുക്കണേ. എടി ചിന്നൂസി എന്താടി പെണ്ണേ വേഗം ബുക്ക് എടുക്ക്. എടി പെണ്ണേ ഇനി എന്തിനാ വെറുതെ ഇങ്ങനെ വായും പൊച്ചിങ്ങിട്ടെന്നെ നോക്കി നിൽക്കുന്നത്? എന്നോട് പറഞ്ഞതേ നോട്ട് ബുക്ക് എടുക്കടി, നോട്ട് ബുക്ക്. എടി ചിന്നു ഞാനേ എന്റെ വേഗം മൊത്തം നോക്കിയടി. അതിലൊന്നും ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തു വെച്ച നോട്ട് ബുക്ക് കാണുന്നില്ല. കാണുന്നില്ലെന്നോ? പിന്നെ അത് എവിടെ പോയി? അറിയില്ല ചിന്നൂസേ. ഷൂ ടീച്ചറാണെങ്കിൽ ഇപ്പൊ അടുത്തത് എന്നോടായിരിക്കും ചോദിക്കുക. എന്നാലും നീ ശരിക്കും ഹോംവർക്ക് ചെയ്തു വെച്ചേനോ? ആടി ഞാനെല്ലാം ചെയ്തു വെച്ചതാ. എന്നിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വീട്ടിൽ തന്നെ വെക്കാണ് ചെയ്തത്, ബാഗിലേക്ക് വെച്ചില്ലേ? ഞാൻ വെച്ചതാ ചിന്നൂസേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നിപ്പോ അതെവിടെ പോവാനാ? ഷൂ തക്കട് പവി പാവം ചക്കി. ദാ അങ്ങോട്ടും നോക്ക്, ചക്കി നിൽക്കണ കണ്ടോ? അവൾക്ക് നടി കിട്ടിയത് തന്നെ ടീച്ചറായിരുന്നു. അതിനുള്ള പണിയല്ലേ ഇജ്ജ് കൊടുത്തിക്കണത് മീനു? പിന്നല്ല. ഓക്കെ ഇന്നെ വിട്ടിട്ട് ഓലിപ്പം കൂടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് തന്നെയല്ലേ. എന്നാലും ഇത്രക്കൊക്കെ വേണമായിരുന്നോ? മനസാക്ഷി ഇല്ലാത്ത പെണ്ണ്. ഓ എനിക്കല്പം മനസാക്ഷി കുറവാ. ചക്കിക്ക് കുറച്ചു നേരത്തെ ഭാഗ്യം കൂടി ഉണ്ട്. ടീച്ചർ നേരെ നമ്മുടെ അടുത്തേക്കാ വരുന്നേ. കുറച്ചു നേരം കൂടി ടെൻഷൻ അടിച്ച് നിൽക്കട്ടെടാ. നല്ലോണം ഒന്ന് ടെൻഷൻ അടിക്കട്ടെ, എന്നിട്ട് ടീച്ചർ അവളുടെ അടുത്തേക്ക് പോയാ മതി. എന്താ അവള് ടെൻഷൻ അടിച്ചുള്ള നൃത്തം കാണാൻ എന്ത് ഭംഗിയല്ലേ ഇക്രോ? അത് പിന്നെ പറയണോ? മിണ്ടാതിരുന്നോളി. ഇക്രോ നീ ഹോംവർക്ക് ചെയ്തതൊക്കെ ശരിയാണെന്ന് വല്ല ഉറപ്പുണ്ട് നിനക്ക്? ടീച്ചർ കഴിഞ്ഞേ നിനക്കായിരിക്കും ചിലപ്പോ അടികൊള്ള. ഓ നീ ഒന്ന് പോയി അപ്പു. ഞാനൊക്കെ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. നിനക്കായിരിക്കും ചിലപ്പോ അടികൊള്ള, നോക്കിക്കോ. ആർക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ആ ചക്കി അവരുടെ കൂടെ കൂടിയതിന് അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. ടീച്ചർ ചൂരില് കാണുമ്പോഴേ പേടി അവനൊക്കെ ഉണ്ട്. എന്നാലും ചിരിച്ചുകൊണ്ടങ്ങ് നിൽക്കാം. അപ്പൊ ടീച്ചർ വിചാരിച്ചോളൂ ഇന്റെതൊക്കെ ശരിയാണെന്ന്. അപ്പൊ എന്താ ടീച്ചർക്ക് അതൊക്കെ നോക്കിയാൽ മനസ്സിലാവൂലേ ശരിയാണ് തെറ്റാണെന്ന്? എടി പൊട്ടത്തിയെ അതൊക്കെ ഒരു അടവാണ്, നോക്കിക്കോ. ടീച്ചർ എന്റെ ചിരി കണ്ടാ വിചാരിക്കും ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നീ നോക്കൊന്നുമില്ല, പെട്ടെന്ന് നോക്കി എനിക്ക് നോട്ടുകാർ തരും, നോക്കിക്കോ. നോക്കുന്നുണ്ട് ഞാൻ നല്ലോണം. എന്താ ടീച്ചർ നല്ല ചിരിയൊക്കെ ആണല്ലോ. ഇന്ന് ഹോംവർക്ക് മൊത്തം ചെയ്തോ? ഞാൻ ചെയ്യാതെ വീരു ടീച്ചറെ. നീ ഇക്രു തന്നെയല്ലേ, ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. അതെന്താ ടീച്ചറെ, ടീച്ചർക്ക് ഇന്നെ തീരെ വിശ്വാസല്ലേ? വിശ്വാസം അതല്ലേ എല്ലാം. മതി മതി മതി, നോട്ട് ബുക്ക് ഇങ്ങോട്ട് തന്നെ. അപ്പു എന്താ മേടിച്ച് നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് താ. ഇതാ ടീച്ചർ. ഒന്ന് വൃത്തിക്കൊക്കെ ചെയ്തുവിടാ നിനക്ക്? ഞാൻ നല്ല വൃത്തിയായി എല്ലാം ചെയ്തതാണ് ടീച്ചറെ. ഹോ എന്നിട്ട് ഈ നോട്ട് ബുക്കിലൊന്നും കാണാനില്ലല്ലോ. നീ വേറെ ആരുടെയും നോട്ട് ബുക്കിലാണോ കണക്ക് ചെയ്തത്? എന്ത് പറഞ്ഞാലും വായും പൊളിച്ചാൽ അവിടെ നിന്നോളും. എന്നാ പിടിച്ചോ. ഇനി അടുത്ത ആദ്യം ഇങ്ങോട്ട് പോരട്ടെ. എടാ ഇക്രു നീ എവിടെ നോക്കി നിൽക്കാ? ടീച്ചറെ ഞാൻ ടീച്ചറെ തന്നെ നോക്കി നിൽക്കാ. ടീച്ചറെ എന്നെ തന്നെ നോക്കി നിൽക്കാനല്ല പറഞ്ഞത്, ആ നോട്ട് പുസ്തകം ഇങ്ങോട്ട് താന്ന്. ടീച്ചറെ ടീച്ചർക്ക് കണ്ണട വെച്ചിട്ടേ നല്ല ഭംഗിയുണ്ട്. എന്റെ കണ്ണടയോ നല്ല ഭംഗിയുണ്ടോ? കണ്ണടയുടെ ഭംഗിയല്ലേ ടീച്ചറെ, ടീച്ചറുടെ മുഖത്തിട്ടപ്പോഴേ ആ കണ്ണടയുടെ ഭംഗി കൂടിയതാ. അത് പോടെ ഇക്രു അവിടുന്ന് ഇങ്ങനെ സത്യം വിളിച്ച് പറയാതെ. അത് പിന്നെ ടീച്ചറെ ഓനെ ടീച്ചർ സോപ്പിടുന്നതാ. എന്നെ സോപ്പിടേ എന്തിന്? ടീച്ചറെ അവന്റെ ഹോംവർക്ക് നീ നോക്കാതിരിക്കാൻ വേണ്ടിട്ടേ ഇതൊക്കെ അവന്റെ ഒരു ഐഡിയകളാ. എടപ്പാരേ നിന്നെ ഞാൻ ശരിയാക്കി തരാട്ടോ. അത് നിക്കോ നീ വളവ് ഓടിക്കുമ്പോഴേ ഞങ്ങൾക്ക് കിടന്നുറങ്ങുന്നല്ല കേട്ടോ. എടാ ഇക്രു അവൻ നിന്നെ കൂടെ നിന്ന് ചതിക്കാടാ. അന്നെ ശരിയാക്കി തരാടാ, ഞാൻ ശരിയാക്കി തരാടാ. മീനു കണ്ടോ ഓളിന്റെ കൂടെ ഉണ്ട്. ഇജിന്റെ കൂടെ നിന്ന് ചതിക്കല്ലേ? ചതി ചതിയ. എടാ ഓന്തേ അന്നെ ഞാൻ ഓന്തേന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോ അവനെന്നെ സോപ്പിട്ടതാണോ? എടാ ഇക്രു നിന്റെ ഹോംവർക്ക് ഇങ്ങോട്ട് തന്നേ. ഇത് തന്ന ടീച്ചറെ തന്നോ? എന്താ പിന്നെ ഇങ്ങോട്ട് വരാത്തെ? ഇങ്ങോട്ട് താടാ. എടാ അപ്പോ നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് കേട്ടാ. അതിനിപ്പോ ഞാനെന്താ ചെയ്തിക്രൂ? ടീച്ചർ എന്താന്ന് പറയട്ടെടാ, എന്നിട്ട് ഞാൻ ശരിയാക്കി തരാന്നേ. വെറുതെ അല്ല എന്റെ കണ്ണടക്ക് ഇത്ര ഭംഗി. എന്താണ് നീ കാണിച്ചു വെച്ചേക്കുന്നേ? എവിടെ നിന്റെ ചിരിയൊക്കെ എവിടെ പോയി? ഇപ്പോ പോയാ ഡെസ്ക് കയറി നിൽക്കടാ. വെറുതെ എന്തൊക്കെയോ കുത്തി പറഞ്ഞു കൊണ്ടുവന്നിരിക്കാ ഹോംവർക്ക് ചെയ്തെന്നും പറഞ്ഞു. എടാ ഇക്രു നീ പെട്ടോ? പെട്ടതല്ല, ഇവൻ എന്നെ പേടിത്തിയടാ.
ഒരിക്കല് വെറുതെ സമയം കളയാൻ അങ്ങോട്ട് മാറി നിൽക്കടാ. മീനു, നോട്ട്ബുക്ക് ഇങ്ങോട്ട് തന്നെ. എല്ലാം കടമ തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നു. എല്ലാം കണക്കാ, ഒന്നിനെ വിട്ട് ഒന്നിനെ എടുക്കാല്ല. എടി മീനു, ഇങ്ങോട്ട് നീങ്ങി നിന്നോ. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇക്രു. അല്ലെങ്കിൽ ടീച്ചർക്ക് എപ്പോഴും അങ്ങനെ തന്നെ. ഇന്നെ മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ, വേറെ എല്ലാരും ഇഷ്ടാ. വരുന്നത് എന്തപ്പോ തലയില് എന്തോ കാര്യമായിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ ഓള്. ഇന്നിപ്പോ തക്കടുവാവൊക്കെ കുശാലാവും. ഇവിടുന്ന് രമി മാമ്പഴം കിട്ടിയത് അതവിടുന്ന് മാവുന്നേ കുറച്ച് മാമ്പഴം കിട്ടിയതാ. എല്ലാം നന്നായി പഴുത്തു തുടങ്ങിയിരിക്കണു. നീ അന്തം വിട്ട് നോക്കി നിൽക്കാതെ ഇതൊന്ന് പിടിച്ച് താഴെ ഇറക്കിന്റെ പെണ്ണേ. ഓ, ഞാനത് അങ്ങോട്ട് മറന്നു. മാമ്പഴം കിട്ടിയപ്പോഴേ എനിക്ക് തക്കടുവാവിന് ഓർമ്മ വന്നത്. അവളന്ന് പറഞ്ഞതാണേ മാമ്പഴം വേണം, അവൾക്ക് ഇഷ്ടാണ് എന്നൊക്കെ. ഓ, തക്കടുവാവക്ക് മാമ്പഴം കിട്ടിയ പിന്നുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട. എന്നിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ലേ രമി? പോയിട്ടുണ്ട് എല്ലാവരും. എന്താണ് ഇന്നലെ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. എന്തൊരു ക്ഷീണാണേ. ഒന്ന് ഉറങ്ങി നീച്ചപ്പോഴേ ക്ഷീണൊക്കെ മാറി. ഞാനങ്ങോട്ട് പോട്ടെട്ടോ. നീ പാത്തൂനും കുറച്ച് മാമ്പഴം കൊടുക്കണേ. പാത്തൂന് ഇപ്പൊ ഈ വഴിക്ക് കാണുന്നില്ല. ഇനി സമയമില്ലട്ടോ, ഞാൻ പോയി. എടി ഗൗരി, നീ മൈലാഞ്ചി മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ? പിന്നെ ഞാൻ എന്തായാലും പങ്കെടുക്കുന്നുണ്ട്. നീ പങ്കെടുക്കുന്നില്ലേ? ഇല്ലടി, ഞാനൊന്നുമില്ല. എടി പെണ്ണെ, പങ്കെടുക്കടി. ഞാനൊന്നുമില്ല. എന്തായാലും നീ ഇത് തന്നെ ഫസ്റ്റ് വാങ്ങാൻ നോക്കും. എടി പെണ്ണെ, കഴിഞ്ഞ തവണ നിനക്ക് തന്നെയല്ലേ ഫസ്റ്റ് കിട്ടിയത്? പിന്നെന്താ, കഴിഞ്ഞ തവണ ഫസ്റ്റ് കിട്ടുക ചെയ്തു. എന്നാലും എന്നാലും ഇല്ല. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും പങ്കെടുക്കണം. കിട്ടേ കിട്ടട്ടെ, അല്ലെങ്കിൽ പോട്ടെ. എന്താപ്പോ എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തു എന്ന് പറയാലോ. ആ നോക്കട്ടെ. നോക്കല്ല, എന്തായാലും നമുക്ക് പങ്കെടുക്കണം. നീ ഒന്ന് മിണ്ടാതിരിക്ക് പെണ്ണേ. എടി പെണ്ണെ, എങ്ങനെ മിണ്ടാതിരിക്കാനാ? നാളെയല്ലേ തുടങ്ങണത്, ഇന്ന് തന്നെ പേര് കൊടുക്കണം. ആ പെണ്ണെ, പേര് കൊടുക്കാം. പോരെ, ഒന്ന് അടങ്ങിയിരിക്ക്. എടി രാജേഷേ, ആ പ്രിയയും നീതും തമ്മിലുള്ള അടി കാണാൻ പറ്റോ ഇപ്രാവശ്യവും? സംശയം എന്താ, മത്സരമല്ലേ, അപ്പം അവർ രണ്ടുപേരും ശത്രുക്കളല്ലേ, എന്തായാലും അടി ഉറപ്പാ. നീ അവരുടെ കാര്യം നോക്കാതെ വരുന്നുണ്ടോ? നിക്കടാ, ഇപ്പൊ വരാന്ന്. ഇത് നോക്ക്, ആ പെണ്ണുങ്ങളുടെ ഒരു ജാട എന്താണ്? അത് നീ പറയരുത്. അവൾക്ക് പ്രിയക്ക് മാത്രമേ ജാടയുള്ളൂ, ഗൗരിക്ക് എന്തായാലും ജാടയൊന്നും ഇല്ല. പ്രിയ, ഓ ജാട, നീയല്ലാതെ അവളോടൊക്കെ സംസാരിക്കാൻ പോകുവോ? അത് പിന്നെ, നിങ്ങൾ മൈലാഞ്ചി മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ? അതിലെന്താ ചർച്ച ചെയ്യാൻ മാത്രം? രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ടോ? ആ, ഞങ്ങൾ പങ്കെടുത്താലില്ലെങ്കിലും വിജയമൊക്കെ നിങ്ങൾക്കല്ലേ. വെറുതെ ഒന്ന് പങ്കെടുത്ത് നോക്കണമെന്നുണ്ട്. അങ്ങനെ പറയരുത്, ചിലപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയാലോ. ശ്രമിച്ചു നോക്കട്ടെ, ഫസ്റ്റ് കിട്ടുമെന്ന്. ശ്രമിച്ചു നോക്ക്. ചക്കി, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? നോട്ട്ബുക്ക്